ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 18/7/2024 അപ്പം ഇതുവരെയായിട്ടും അപേക്ഷ കൊടുക്കാത്തവർ 18-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷ DD ഓഫീസിൽ എത്തത്തക്ക വിധം വേണം നിങ്ങൾ കൊടുക്കാൻ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 18-ാം തീയതിക്ക് ശേഷം കൊടുക്കുന്ന അപേക്ഷ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അപേക്ഷ കൊടുത്തതിന് ശേഷമുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയായി, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ്, ഇന്റർവ്യൂ എങ്ങനെയാണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവുമോ, എങ്ങനെയാണ് ആ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ DLEDന്റെ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓരോ ജില്ലകളിലെയും DD ഓഫീസിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ DD ഓഫീസിൽ പരിശോധിച്ച് അവരൊരു ആപ്ലിക്കൻസ് ലിസ്റ്റ് തയ്യാറാക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ ആപ്ലിക്കേഷൻസും അവർ പരിശോധിച്ച് നിങ്ങളുടെ +2 മാർക്കിൻ്റെയൊക്കെ ബേസിൽ അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. അതായത് ഇപ്പം ഓരോ കുട്ടികൾക്കുമുള്ള അവരുടെ ഡീറ്റെയിൽസ്, ഇപ്പം +2ൻ്റെ മാർക്ക് എത്രയാണ്, ഏത് കാറ്റഗറിയാണ്, ഇപ്പം SC/ST ആണോ, OBC ആണോ, ഏത് കാറ്റഗറിയാണ്, EWS ഉണ്ടോ, അല്ലെങ്കിൽ NCC NSS അങ്ങനെയുള്ള ബോണസ് പോയിൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള ഓരോ വിദ്യാർത്ഥികളുടെയും മുഴുവൻ ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിസ്റ്റുകൾ ഓരോരോ ജില്ലകളിലെയും DD ഓഫീസിൽ അവർ ആദ്യം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ചില ജില്ലകളിൽ മാത്രം നിങ്ങൾക്ക് തിരുത്തലുകൾക്കൊരു അവസരം അവർ തരാറുണ്ട്. തിരുത്തൽ എന്ന് പറയുമ്പോൾ മറ്റൊന്നും നമുക്ക് തിരുത്താനൊന്നും സാധിക്കില്ല. ജസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷയോടൊപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ശരിയായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനൊരു അവസരം നിങ്ങൾക്ക് തരും. അത് പക്ഷേ നിങ്ങൾ DD ഓഫീസിൽ കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു അവസരം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. DLEDന്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ഓഫ്ലൈനായിട്ടാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ ആപ്ലിക്കൻസ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഓഫ്ലൈനായിട്ടാണ്. അതായത് മാനുവലായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റൊരു ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിലും ഈ ഒരു ആപ്ലിക്കൻസ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യില്ല. ചില ജില്ലകളിൽ മാത്രം, ചുരുക്കം ജില്ലകളിൽ മാത്രമേ ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ മാത്രം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് DD ഓഫീസിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് എല്ലാ ജില്ലയിലും DD ഓഫീസിൽ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇവർ ഈ ഒരു ആപ്ലിക്കൻസ് ലിസ്റ്റ് കേരള PSCക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേരള PSC ആണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ +2 മാർക്ക്, അതുപോലെ റിസർവേഷൻ ഒക്കെ ഉള്ളവർക്ക് ആ ഒരു റിസർവേഷൻ, പിന്നെ ബോണസ് പോയിന്റ്സ് ഒക്കെ ഉള്ളവർക്ക് ആ ഒരു ബോണസ് പോയിന്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ച് ആയിരിക്കും PSC നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് PSC പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതത് ജില്ലകളിലെ DD ഓഫീസിലേക്ക് വീണ്ടും ഫൈനൽ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയും ശേഷം DD ഓഫീസിൽ നിന്നാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഒട്ടുമിക്ക ജില്ലകളിലും വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ചില ജില്ലകളിൽ മാത്രം DD ഓഫീസിലെ നോട്ടീസ് ബോർഡിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ചെയ്യും. ആ ഒരു ടൈമിൽ ഏതൊക്കെ ജില്ലകളിലാണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്, ഏതൊക്കെ ജില്ലകളിലാണ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും പ്രത്യേകമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സയൻസ്, ഗവൺമെൻറ് എയ്ഡഡ് കൊമേഴ്സ്, ഗവൺമെൻറ് എയ്ഡഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെ തന്നെ ചിലപ്പോൾ ഉണ്ടാവും സെൽഫ് ഫിനാൻസ് സയൻസ്, സെൽഫ് ഫിനാൻസ് കൊമേഴ്സ്, സെൽഫ് ഫിനാൻസ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നത് തൊട്ട് താഴെ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വന്നിട്ടായിരിക്കും രണ്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഗവൺമെൻറ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്, അടുത്ത ദിവസമായിരിക്കും ചിലപ്പം സെൽഫ് ഫിനാൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഷുവർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും, വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഷുവർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം അഡ്മിഷൻ ഉറപ്പാണ്. ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷുവർ ലിസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ വന്നിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ആബ്സെൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് PSC പ്രിപ്പയർ ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടു നോക്കുക, നിങ്ങൾക്കത് കുറച്ച് നേരം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടെ മിക്സ് ആയിട്ട്, അതായത് ഇപ്പം ഫസ്റ്റ് ചിലപ്പം റാങ്ക് വരുന്ന ഒരു ജനറൽ വിഭാഗമായിരിക്കും, അടുത്തത് വരുന്ന ഒരു ഇപ്പോൾ ഒരു SC/ST ആയിരിക്കും, നെക്സ്റ്റ് വരുന്ന ഒരു EWS ആയിരിക്കും, അടുത്തത് വരുന്ന വീണ്ടും ഒരു ജനറൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കിടക്കുന്നത്. ഇപ്പോൾ ഷുവർ ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഷുവർ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും ഇൻ്റർവ്യൂവിന് പോകണം.
കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷുവർ ലിസ്റ്റിലുള്ള ഒരു കുട്ടി ഇപ്പോൾ ആദ്യം അവർ വിളിക്കുമ്പോൾ ആ ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ, ആ റാങ്കിലുള്ള കുട്ടി വന്നിട്ടില്ല എങ്കിൽ അടുത്തത് വിളിക്കുന്നത് അതേ കാറ്റഗറിയിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഷുവർ ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന ഒരു ജനറൽ വിഭാഗത്തിലുള്ള കുട്ടിയാണ്. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് ആദ്യം ആ കുട്ടിയെ വിളിക്കും. ആ കുട്ടിയെ വിളിക്കുന്ന ടൈമിൽ ആ കുട്ടി ആബ്സെൻ്റ് ആണെങ്കിൽ ഇതേ ജനറൽ വിഭാഗത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന ആ ഒരു കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പ്രസൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് അടുത്തത് ഷുവർ ലിസ്റ്റിലുള്ള അടുത്ത വരുന്ന ഇപ്പോൾ ഒരു OBC ആണെങ്കിൽ ആ കുട്ടിയെ വിളിക്കും. ആ കുട്ടി ആബ്സെൻ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ അടുത്ത OBC ഏതാണോ വരുന്നത് ആ കുട്ടിയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ള വിദ്യാർത്ഥികളും ആ ഒരു ടൈമിൽ പോവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഞാൻ അടുത്തത് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഇനിയും വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ ഇങ്ങനെയുള്ള പേടിയൊക്കെയാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന വേറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ വെരിഫൈ ചെയ്യാനേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ അയച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കും, എല്ലാം കൃത്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾക്ക് പകരം നിങ്ങൾ ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവുന്ന നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇപ്പം OBC ആണെങ്കിൽ നോൺ ക്രീമിലിയറിന് പകരം നിങ്ങളുടെ SSLC ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക. കാരണം നിങ്ങളുടെ ആ ഒരു കാസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അതായിരിക്കും അയച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ ചിലപ്പം ഈ ഒരു NCL സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അതുപോലെ അതാത് റിസർവേഷൻ വരുന്നവർ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇത് എല്ലാ ജില്ലകളിലും ബാധകമല്ല. ചില ജില്ലകളിലൊക്കെ നിങ്ങളുടെ SSLC തന്നെ മതിയാവും. പക്ഷേ ചില ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കറക്റ്റ് ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുചെല്ലാൻ അവർ പറയും. അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ അതായത് അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊന്നും കരുതിയിട്ടില്ലെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റുകളെല്ലാം കരുതി വെക്കണമെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു റിസർവേഷനും കൂടെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ ആ ഒരു കറക്റ്റ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കൊണ്ടുചെന്നില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് വെക്കുക. സാധാരണയായിട്ട് DD ഓഫീസിൽ നിന്നും ഷുവർ ലിസ്റ്റിലുള്ളവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും അവർ ഇൻ്റർവ്യൂ കാർഡ് അയക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കാർഡിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡിൽ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എന്നാണ്, ടൈം എപ്പോഴാണ്, അതുപോലെ വെന്യൂ ഏതാണ്, സ്ഥലം എവിടെയാണ് ഇൻ്റർവ്യൂവിന് ചെല്ലേണ്ടത്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഇൻ്റർവ്യൂ കാർഡാണ്. അതപ്പം നിങ്ങൾക്ക് അയക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ ആ ഒരു കോളേജ് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഓക്കെ, ആ ഒരു കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു കോളേജ് അവിടെ അസൈൻ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫീസിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ വരും. ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിൽ ഉള്ള ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ്. അത് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡിൻ്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധമില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് കോളേജിലാണോ എയ്ഡഡ് മൈനോറിറ്റിക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾ ഡയറക്റ്റായിട്ട് വിളിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. അല്ലാതെ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡിൻ്റെ റാങ്ക് ലിസ്റ്റിലൊന്നും എയ്ഡഡ് മൈനോറിറ്റിയിൽ അപേക്ഷ കൊടുത്തവരുടെ പേര് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോളേജുമായിട്ട് ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എയ്ഡഡ് മൈനോറിറ്റിയിലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതത് കോളേജുകൾ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ DLEDൻ്റെ ഓരോ അപ്ഡേറ്റ്സും വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.